പൊന്നു മോനെ, കൺഗ്രാറ്റ്സ് ഉണ്ടടാ. എടാ ഇനിയിപ്പോൾ എവിടെയാ? കണിയൂരില്ല. മീറ്റിംഗ് ഇപ്പോൾ തുടങ്ങും. എത്ര നേരം കാണും? ഒരു 1.5 മണിക്കൂർ കാണും. എന്തു പറ്റി? മറ്റുള്ളവർക്ക് എവിടെ മുകളിലുണ്ടല്ലോ. ഐഷ മോളെ, വാതിലും ജനലൊക്കെ അടച്ചോ. ഉപ്പ വരാൻ കുറച്ച് വൈകും. ആ, മെഹറു ഉറങ്ങിയോ? സംസാരിക്കണ്ടേ? അയാൾ എന്റെ ഫോൺ നോക്കി. പെട്ടെന്ന് വീട്ടിലേക്ക് വാ. നിങ്ങൾ 4 പേര് മാത്രം മതി. പുറപ്പെടാം. ഈ നേണിയുടെ ആവശ്യമില്ല. മീറ്റിംഗ് ചേർത്താൻ വന്ന അപ്പൊ അങ്ങനെയാണ് നീ ഇവിടെ എത്തിയത്. നിനക്ക് അവളെ ആത്മാർത്ഥമായിട്ട് ഇഷ്ടമാണ്. ആരൊക്കെ വന്ന് കുറുക്ക് നിന്നാലും അവളെ കല്യാണം കഴിക്കാൻ നിനക്ക് ധൈര്യമുണ്ട്? ധൈര്യമുണ്ട്. കല്യാണം കഴിച്ച അവളെ പൊന്നുപോലെ നോക്കാൻ നിന്നെ കൊണ്ട് പറ്റുമോ? പറ്റും. അത് മതിയടേ. ഈ ജാതി മതമൊക്കെ ആളുകളെ ഭിന്നിപ്പിക്കാനുള്ളതല്ല, ഒന്നിപ്പിക്കാനുള്ളതാണ്. അത് മനസ്സിലാകാത്ത ചില കിഴങ്ങന്മാരാണ് കാലാകാലങ്ങളായിട്ട് ഈ പ്രേമത്തിന് എതിരേക്കണം. 2012 ഞങ്ങൾ അതിന് സമ്മതിക്കില്ല. നീ അവളെ കെട്ടും. അവള് നിന്നെ. നമ്മൾ കൂടെ ഉണ്ടാവും. നിലവറയ്ക്കകത്ത് സ്വർണവും നെഞ്ചിനകത്ത് സ്നേഹവും നിറഞ്ഞ ശ്രീ പത്മനാഭസ്വാമിയുടെ നാട്ടുകാരനാടെ ഞാൻ. വാക്ക് പറഞ്ഞ വാക്ക് തന്നെ. ആയിഷ റഹ്മാനെ ആയിഷ വിനോദാക്കി മാറ്റും നമ്മള്. ജനമൈത്രി പോലീസ് തലശ്ശേരി സ്റ്റേഷന്റെ ഇനിയുള്ള നാളുകൾ അതിനു വേണ്ടിയാ. നിങ്ങൾ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കാതെ കഴിച്ചോളൂ. അച്ചാറുണ്ട്, ചള്ളാസുണ്ട്. ബിരിയാണി നമ്മളെ ദേശീയ ഭക്ഷണമാക്കി പ്രഖ്യാപിക്കേണ്ട സമയം അതിക്രമിച്ചു. മട്ടൻ ബിരിയാണി മതിയായിരുന്നു അല്ലേ? ഇതെന്താ ആശങ്ക ലേറ്റ് ആയത്? കോഴിക്കോട് നിന്ന് ഓടിയെത്തണ്ടേ? റോഡും മോശമായിരുന്നു. ഇതൊക്കെ ഇനി എന്നാ 10 വർഷം കൊണ്ട് പ്രതീക്ഷിക്കാം. അകത്തേക്ക് ചെല്ലേ, വെല്ലുമ്മ കാത്തിരിക്കുക. ഫേസ്ബുക്കിൽ ഞാൻ റിക്വസ്റ്റ് അയച്ചിരുന്നു. കിട്ടിയിരുന്നോ? ആക്സെപ്റ്റ് ചെയ്തില്ലല്ലോ. വേണ്ടാന്ന് തോന്നി. ഓ, കഴുതയ്ക്ക് ചുരിദാറിട്ട പോലെ ഇരിക്കുക. എന്നിട്ട് കാവ്യ മാധവനാന്ന വിചാരം. ഓ ആ വിനോദേ, ഇല്ല ഞാൻ വീട്ടിലാ. ഈടെ വല്യമ്മന്റെ പിറന്നാളാഘോഷിക്കാ. ഓ അത് എന്താടാ? ഞാൻ വീട് വിട്ടിറങ്ങി. എന്തു പറ്റിയടാ? സ്റ്റേഷനിൽ കിടന്ന അച്ഛനറിഞ്ഞു. 1ഉം 2ഉം പറഞ്ഞ് വഴക്കായി, തർക്കമായി. അവസാനം ഞാനങ്ങ് ഇറങ്ങിപ്പോന്നു. നീ ഒരു 2 മിനിറ്റ് വെയിറ്റ് ചെയ്യും. ഈടെ മൊത്തം ആളാ. എന്താ ചെയ്യാൻ പറ്റുമെന്ന് ഞാനും നോക്കട്ടെ. ഞാൻ വാശിപ്പുറത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാ. ഷഡ്ഡി പോലെ എടുത്തിട്ടില്ല. ഷഡ്ഡി ഞാൻ തരാടാ. ഞാനിപ്പോൾ ഷഡ്ഡി ഇടാറൊന്നുമില്ല. ഇനി ഫോൺ വെക്ക്. ഓക്കെ. അബ്ദു, ഞാൻ സ്റ്റേഷനിലേക്ക് പോന്നു. നീ വാ.
കഴിഞ്ഞ തവണ കിടന്ന സെല്ല് തന്നെ പോരെ? മതി സാർ. കൊതുക് ശല്യം അല്പം കൂടുതലല്ല, കുഴപ്പമില്ലല്ലേ? ഒരു കുഴപ്പമില്ല സാർ. സുഭാഷേ, ഗുഡ് നൈറ്റ്. ശരി സാർ, ഗുഡ് നൈറ്റ്. അതല്ലടേ, ഒരു ഗുഡ് നൈറ്റ് വാങ്ങിച്ചിട്ട് വാ. വാ. കല്യാണം കഴിച്ച് വെറുതെ അല്ല, വീട്ടിൽ പോകാൻ പറ്റുന്നില്ല. പുറത്ത് ഭയങ്കര മഴയാ. കർക്കിടം കഴിയുന്നവരെ ഞാൻ ഇതിൻ്റെ അകത്ത് ഇരുന്നോട്ടെ സാറേ. ഇതെന്തരടേ, സത്രവാ? ചെല്ല് ചെല്ല്. ഗുഡ് നൈറ്റ് സാർ. ഗുഡ് നൈറ്റ്. താമസിക്കാനുള്ള സ്ഥലമൊന്നും പ്രശ്നമല്ല. നമ്മുടെ ഷെരീഫിന്റെ മുറിയൊക്കെ ഒപ്പിച്ചെടുക്കുക. പക്ഷെ അവളെ കെട്ടണമെങ്കിൽ നീ ആദ്യം സ്വന്തം കാലിൽ നിൽക്കണ്ടേ? ഇപ്പോൾ ഉള്ള പഠനത്തിൽ ഉപരിപഠനത്തിന് നിനക്ക് താല്പര്യമില്ലാത്ത സ്ഥിതിക്ക് ബിസിനസ് തന്നെ കൊള്ളാം. പക്ഷെ ഏത് ബിസിനസ്സിനും ഒരു ക്യാപിറ്റൽ വേണ്ടേ? എൻ്റെ കയ്യിൽ ഒന്നുമില്ല സാർ. നിന്റെ ഇപ്പോഴത്തെ സ്ഥിതി വെച്ച് ബാങ്ക് ലോണിന്റെ കാര്യങ്ങളൊക്കെ ഗോവി തന്നെ. പക്ഷെ ചെറിയൊരു സംഖ്യയെങ്കിലും കയ്യിലില്ലാതെ ഒരു ബിസിനസ്സും തുടങ്ങാൻ പറ്റൂല. എന്തെങ്കിലും എവിടെന്നെങ്കിലും ഒക്കെ ഒപ്പിച്ചേ പറ്റൂ. സാർ ഷഡ്ഡി അല്ല വിനോദിനടെ. നീ എവന്റെ ഷഡ്ഡിയാണ് ഇട്ടോണ്ടിരിക്കണത്? പാതിരാത്രിക്കാരോടാ ഷഡ്ഡി? എങ്ങനെ നാളെ വരാം സാർ. നിക്കടേ, വരി 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 വാ. കാശിനെന്ത് ചെയ്യും? ഡേ, ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയടേ. എന്ത് ചെയ്യും സാർ, ഒരു ഐഡിയ ഉണ്ട്. പോലീസുകാർ വിചാരിച്ച പെട്ടെന്ന് നടക്കുന്ന കച്ചവടമുണ്ട്. ഹെൽമറ്റ് കച്ചവടം. ഉത്തര മലബാറിൽ ജനസംഖ്യയിൽ 2ാം സ്ഥാനത്താണ് തലശ്ശേരി. മുനിസിപ്പാലിറ്റിയും ചുറ്റുപഞ്ചായത്തും എല്ലാം കൂടി 2 ലക്ഷത്തോളം ആൾക്കാരുണ്ട്. ഇതിൽ 47% ആണുങ്ങളാണ്. അതിലേകദേശം 50% ചെറുപ്പക്കാരും. OV റോഡിലും AVK നായർ റോഡിലൊക്കെ സീറിപ്പാഞ്ഞു പോകുന്ന ബൈക്കുകളിൽ കാണാം ഹെൽമെറ്റ് ഇടാത്ത ആയിരക്കണക്കിന് തലകൾ. ആ തലയിലൊക്കെ ഹെൽമെറ്റ് ഇടിച്ചാൽ പോരെ സാറേ? മതി, അത് മതിയടേ. നിനക്കത്രയ്ക്ക് വിവരമുണ്ടെന്ന് എനിക്ക് അറിയാൻ പാടില്ലായിരുന്നേ. എനക്കും. സുഭാഷ്, ഷാജു, നാളെ തന്നെ നമ്മൾ ഇറങ്ങുന്നു. മുഴുപ്പിലങ്ങാട് ഫെസ്റ്റ്, കാർണിവല്, സിനിമാ തിയേറ്റർ, കോളേജ്, സിവിൽ സപ്ലൈസ്, ചെറുപ്പക്കാരുടെ എല്ലാ സ്ഥലത്തും യവന്മാരെയൊക്കെ നമുക്ക് ഹെൽമെറ്റ് ഇടിച്ചേ പറ്റൂ. നീ റെഡിയല്ലേ? വാ. ആ സാറേ, നമ്മളെത്തി. തലശ്ശേരി സ്റ്റാൻഡിൻ്റെ പുറകിലുണ്ട്. ഓക്കെ സാർ. അതെടുക്കും. Life is precious, helmet necessary. Sharia. Life is precious, helmet necessary. Sharia. Helmet illar endu barkattu. Barkattu venengil helmet. Helmet illar endu barkattu. Barkattu venengil helmet. Life is precious, helmet necessary. Sharia. Life is precious, helmet necessary. Sharia. Life is helmet, 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 helmet. Life is ഈ തലശ്ശേരി സിറ്റി സെന്ററിൽ എൻ്റെ ഒരു സുഹൃത്ത് ജമാലിൻ്റെ കമേഴ്ഷ്യൽ സ്പേസ് ഉണ്ട് കേട്ടോ. കമേഴ്ഷ്യൽ സ്പേസ് ഒന്നും പറഞ്ഞുകൂടാ, ചെറിയൊരു മുറി. മകൻ ഇൻ്റർനെറ്റ് കഫേ തുടങ്ങാൻ വേണ്ടി കൊടുത്തു. പക്ഷേ ചെല്ലുന്ന നിങ്ങളുടെ ഫയലുകളല്ലേ. പങ്കജ ടാക്കീസിൽ ഈ ആപ്പടം കാണുന്ന സകല ബിരുദന്മാരും ആ കഫേയിലും കയറി കുറ്റിയടിച്ച് അവസാനം എന്തിനു പറ്റി? അതങ്ങ് അടച്ച് പൂട്ടേണ്ടി വന്ന്. പക്ഷെ ഒരു ഗുണമുണ്ടായി, കുറെ കിളവന്മാർ ഇൻ്റർനെറ്റിൽ കയറി ഞാഞ്ഞു തുടങ്ങി. വാ, നിന്റെ സ്ഥാപനത്തിന് ഈ മുറി കറക്റ്റ് ആയിരിക്കും. അതിരിക്കട്ടെ, ഐഷയോട് ഇതിനെപ്പറ്റി സംസാരിക്കാം. ഇല്ല, കോളേജ് അവധിയാ. വീട്ടിൽ വിളിക്കുന്ന റിസ്ക്കാ. മൊബൈലില്ലേ? നല്ല കുട്ടി.
ഈ മൊബൈൽ ഫോൺ ഒരു വൃത്തികെട്ട സാധനമാണ് കേട്ടാ. കേരളത്തിലുള്ള സകല ചെറുപ്പക്കാരുടെയും പ്രേമം പൊളിയുന്നത് ഈ മൊബൈൽ കാരണമാണ്. ഇതിൽ കൂടെ സൊള്ളൽ ആരംഭിച്ച ഉടനെ വീട്ടുകാർ ശ്രദ്ധിക്കും. അപ്പൊ പിള്ളേർ പറയും സബ്ജക്റ്റിലെ ചില ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാനാണെന്ന്. ഈ മൊബൈൽ ഫോണിൽ ഡൗട്ടുകൾ ക്ലിയർ ചെയ്യുന്ന മക്കളെ കണ്ടാൽ തന്നെ അച്ഛനും അമ്മയ്ക്കും ഡൗട്ട് ക്ലിയർ ആവും. പിന്നെ ഫ്രീ SMS എന്ന് പറഞ്ഞു തൊലിഞ്ഞ് ഏർപ്പാടുണ്ട് കേട്ടാ. ഉമ്മ 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 അങ്ങോട്ട്, ഉമ്മ 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 ഇങ്ങോട്ട്. എന്തോന്നട ഇത്? ഛേ, ഈ ടെക്നോളജി കൊണ്ട് കുറച്ച് പൈസകളെ ചെലവാന്നല്ലത് ഒരു കാര്യമില്ല. സ്ഥിരമായിട്ട് സംസാരിച്ചുകൊണ്ട് കണ്ടതുകൊണ്ട് ഒരു പെണ്ണിനെ മനസ്സിലാക്കാൻ പറ്റൂല. ഐശ്വര്യ റായ് നമ്മൾ ഡെയിലി കാണുകയല്ലേ? എന്തിനെങ്കിലും അറിയാവിടല്ലേ അവളെ പറ്റി? നിനക്ക് ഐഷ ആരെന്നറിയോ? അവളുടെ ഇഷ്ടപ്പെട്ട നിറം ഏതെന്നറിയോ? ശരി, അവളുടെ ഉമ്മയുടെ പേരെങ്കിലും അറിയോ? ഇല്ല. അതാണ് പറഞ്ഞത്. അവളെ നീ അറിയണം, അവളുടെ മനസ്സറിയണം. അതിന് നീ എഴുതണം. നിന്റെ സ്വപ്നങ്ങളെപ്പറ്റി, അവളോടുള്ള സ്നേഹത്തെപ്പറ്റി. എഴുതുന്ന ഓരോ അക്ഷരത്തിലും നിന്റെ മനസ്സുണ്ടാവണം. അപ്പോൾ മറുപടി കത്തിലെ ഓരോ അക്ഷരത്തിലും അവളുടെ മനസ്സുണ്ടാവും. കുറെ നേരം ആയല്ലോ. കളി മനസ്സും മനസ്സും തമ്മിൽ അടുക്കുമ്പോഴല്ലേ പ്രേമം ഉണ്ടാവണത്, അല്ലാതെ ഒരു തേങ്ങ ഉണ്ടാവില്ലേ? കത്ത് വീട്ടിൽ പിടിച്ചാലോ? അത് ആലോചിക്കണം. ഓ, എല്ലാ കാര്യത്തിനെ പറ്റിയിട്ട് പറയാം. ഈ ഒരു ചോദ്യത്തിന് മാത്രം ഉത്തരവില്ല അല്ലേ? എല്ലാത്തിനും ഉത്തരവുണ്ട. പിന്നെ ഞാൻ പോലീസ് പരിപാടി വല്ല രാഷ്ട്രീയ സേവനത്തിനും പൊക്കൂടെ? സർ, ഇതും ഒരു രാഷ്ട്ര സേവനമല്ലേ? എന്തോ